വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണിയാമ്പറ്റയിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. 4 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പേര്, പ്രധാനപ്പെട്ട പ്രതിയുടെ പേരടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് അത് നൽകുന്നുണ്ടല്ലേ? അപ്പോൾ പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഈ വാഹനം കണിയാമ്പറ്റയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത വിവരം ആദ്യം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ വാഹനം മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. KL 52HA8733 എന്ന ചുവന്ന കളറിലുള്ള സെലേറിയ വാഹനമാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. കണിയാമ്പറ്റയിൽ നിന്നുമാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 4 പ്രതികളെയും തിരിച്ചറിഞ്ഞു എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ചില സ്ഥിരീകരണം കൂടി ഉണ്ടാവുകയാണ്. കണിയാമ്പറ്റ സ്വദേശിയായ അർഷീദിൻ്റെ സുഹൃത്തുക്കളായ 3 പേർ തുടങ്ങി 4 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ വാഹനം കണിയാമ്പറ്റയിലെ അർഷീദിൻ്റെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അർഷീദ് ഉൾപ്പെടുന്ന 4 പ്രതികളും ഇപ്പോൾ ഒളിവിലാണെന്ന കാര്യമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിലാണ് കണിയാമ്പറ്റ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലാകുമെന്ന് ഭയത്തോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ പോലീസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഉടൻ തന്നെ 4 പേരെയും കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ടായിരുന്നു ആ ക്രൂരത നടന്നത്. ആ ക്രൂരത നടന്ന ആ വാഹനമാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ഇനി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട അടുത്ത നടപടി. അത് ഉടൻ തന്നെ ഉണ്ടാകും. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ഈ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ RC ഓണറിൻ്റെ ബന്ധുക്കളാണ് ഈ അർഷീദ് ഉൾപ്പെടുന്ന 4 പേരും. ഈ RC ഓണറിൻ്റെ ബന്ധുക്കളാണ് ഈ വാഹനം ഉപയോഗിക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് കണിയാമ്പറ്റ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയും രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതികൾ ഉടൻ കസ്റ്റഡിയിലാകും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഊർജിതമായ അന്വേഷണം ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ട്. അർഷിദ് എന്ന പേര് വരുന്നുണ്ട്. കണിയാമ്പറ്റ സ്വദേശി. അയാളും അയാളുടെ 4 സുഹൃത്തുക്കളും ആണ് ഈ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്തതെന്ന് പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.